ഫുട്ബോൾ ആരാധകർക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ച ഫിഫ ലോകകപ്പിന് അവസാന വിസിൽ മുഴങ്ങിയിരിക്കുകയാണ്. അടുത്ത ലോകകപ്പ് 2030 സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ എന്നിവിടങ്ങളിൽ നടക്കും. തെക്കേ അമേരിക്ക ഉദ്ഘാടന മത്സരങ്ങൾക്ക് വേദിയാകും. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ കലാശക്കളിയിൽ ഇതിഹാസ താരം മെസ്സിയുടെ അർജന്റീനയെ വീഴ്ത്തി സ്പെയിൻ കാൽപന്തിന്റെ വിശ്വകിരീടം നേടിയിരിക്കുന്നു. ഒപ്പം ആവേശത്തിന്റെ അലകടൽ തീർത്ത ഒരു കാൽപന്ത് കാലം കൂടി പോയി മറിയുന്നു. ലോകകപ്പ് 2026 വിട പറഞ്ഞിരിക്കുന്നു. ചില രാത്രികൾ ഉറക്കമില്ലാതെയാക്കി, ചില നിമിഷങ്ങൾ കണ്ണീരാക്കി, ചില ആഘോഷങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർമ്മയാക്കി. അവസാന വിസിലോടെ ആ അമേരിക്കൻ ലോകകപ്പ് ചരിത്രത്തിലേക്ക്. വീണ്ടും 4 വർഷത്തെ കാത്തിരിപ്പ്. ഏകദേശം 40 ദിവസം ദീർഘിച്ച ലോകകപ്പ് 104 മത്സരങ്ങൾക്കൊടുവിൽ സ്പെയിൻ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ച് ജേതാക്കളായിരിക്കും. അധിക സമയത്തേക്ക് നീണ്ട പോരാട്ടത്തിൽ 106-ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ ഏക ഗോളാണ് സ്പെയിനെ ജേതാക്കളാക്കിയത്. അർജന്റീന നിറം മങ്ങിയ ദിവസമായിരുന്നു. ഇത്രയും നാൾ തകർപ്പൻ മത്സരങ്ങൾ കാഴ്ചവെച്ച് ഈജിപ്തും സ്വിറ്റ്സർലാൻഡും ഇംഗ്ലണ്ടും ഒക്കെ മറികടന്ന് ഗംഭീരമായി പോരാടിയ മെസ്സി സംഘത്തിന് ഫൈനൽ നല്ല നാളായിരുന്നില്ല. ഇനി 2030 യൂറോപ്പിലും ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലുമായി വീണ്ടും കാണാം. ഒരു ലോകകപ്പ് കൂടി അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ആരാധകരുടെ മനസ്സിൽ അത് സമ്മാനിച്ച ഓർമ്മകൾക്ക് ഒരിക്കലും മരണമില്ല. സുരേഷ് എടപ്പാൾ, സ്പോർട്സ് ഡെസ്ക്, ദൂരദർശൻ ന്യൂസ്.